നമസ്കാരം. പാകിസ്ഥാൻ പതാക വീശി പിന്തുണ നൽകുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത യുവാവിനെ കൊണ്ട് പാകിസ്ഥാൻ മുർദാബാദ് വിളിപ്പിച്ച് യുപി പോലീസ്. യോഗി ഭരിക്കുന്ന യോഗിയുടെ മണ്ണിൽ വന്നിട്ട് പാകിസ്ഥാനെ അനുകൂലിച്ച് വിളിച്ചാൽ യോഗിയുടെ പിള്ളേർ വിടുമോ? വല്ല കർണാടകയിലോ അഥവാ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി പാകിസ്ഥാനെയൊക്കെ അനുകൂലിച്ച് വിളിച്ചാൽ അവർ മാലയിട്ട് സ്വീകരിച്ച് ബൊക്കയൊക്കെ തന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിപ്പിച്ച് വിടും. അങ്ങനെയാണ് അവരുടെ രീതി. കാരണം മുംബൈ ഭീകരാക്രമണമൊക്കെ നടന്നപ്പോൾ അജ്മൽ കസബിനെയൊക്കെ ചിക്കൻ ബിരിയാണി കൊടുത്ത് സ്വീകരിച്ച വ്യക്തിയാണ് നമ്മുടെ കോൺഗ്രസ്സുകാർ. അത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ ചെന്നിട്ട് പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് ഒരൊറ്റ മുദ്രാവാക്യം വിളിച്ചതേ ഉള്ളൂ. അതിനുശേഷം പിന്നെ കണ്ടത് പൂരത്തിന്റെ പൂരമായിരുന്നു. അതായത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പിള്ളാര് കയറി പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച ആ വ്യക്തിയെ ചാവട്ടി കൂട്ടി അങ്ങ് വറുത്തു കോരി. അവസാനം അവനെ കൊണ്ട് തന്നെ പാകിസ്ഥാൻ മുർദാബാദ് എന്ന് അവന്റെ വായിന്ന് 10-20 പ്രാവശ്യം ഉറക്കെ UP പിള്ളാരെ വിളിപ്പിച്ചു. ഉത്തർപ്രദേശിലെ ബലേറിയിലാണ് സംഭവം നടന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശമിക്കുന്നതിനിടെയാണ് മുഹമ്മദ് സാജിദ് എന്ന യുവാവ് പിടിയിലാകുന്നത്. ചില യുവാക്കൾ പാകിസ്ഥാൻ പതാക വീശി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു വീഡിയോ മുഹമ്മദ് സാജിദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റിന്റെ അടിക്കുറിപ്പ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്നാണ്. ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പൊതുജനങ്ങൾക്കിടയിൽ ഈ പോസ്റ്റ് രോഷത്തിന് കാരണമായി. സംഘടനയുടെ നേതാവ് ഹിമാൻഷു പട്ടേൽ സാജിദിനെതിരെ പോലീസിൽ പരാതി നൽകി. അതിനു പിന്നാലെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തതോടെ ഭയന്ന സാജിദ് പാകിസ്ഥാൻ സിന്ദാബാദിന് പകരം പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിക്കാൻ ആരംഭിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ പോലീസ് അയാളെ ചവിട്ടിക്കൂട്ടിക്കൊണ്ട് പോകുന്നതും കാണാം. ഇതിൽ സാജിദ് കരയുകയും പാകിസ്ഥാൻ മുർദാബാദ് എന്ന് ഉറക്കെ വിളിക്കുന്നതും കാണാം. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും നിരവധി പ്രകോപനകരമായ ഒരു വീഡിയോകൾ കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അകത്ത് തന്നെ പാകിസ്ഥാനെ സംരക്ഷിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് സമാധാനം ഉണ്ടാകുക? ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്ക് എതിരെ ഇന്ത്യ വലിയ നടപടിയാണ് സ്വീകരിച്ചത്. മെയ് 6-7 രാത്രികളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാനിലെയും POKയിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ തീവ്രവാദത്തിനെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നയമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതേസമയം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകിയ ഉത്തർപ്രദേശ് സർക്കാരിന്റെ കഴിഞ്ഞ 8 വർഷത്തെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഉത്തർപ്രദേശിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിരവധി ശൃംഖലകൾക്കെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിച്ചു. 2017 മുതൽ സംസ്ഥാനത്ത് 142 സ്ലീപ്പർ സെല്ലുകളെ അറസ്റ്റ് ചെയ്യുകയോ പൂർണ്ണമായും നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഭീകരനെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ആന്റി ടെററിസം സ്ക്വാഡ് തീവ്രവാദികൾക്ക് അഭയവും വിവരങ്ങളും നൽകുന്ന 131 സജീവ സ്ലീപ്പർ സെല്ലുകളെ പിടികൂടിയിരുന്നു. ഇതിനു പുറമെ തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്ന 11 സഹായികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. നമസ്കാരം. മെയ് 11 മുതൽ മെയ് 18 വരെ തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ദ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധ ആശംസകളും. ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ദ മഹാസത്രം നടക്കുന്നത്. ഒരു വലിയ വിജയമായി തന്നെ.